ഉണ്ണി ഇൻഫോടെക്കിന്റെ ടാലി പ്രൈം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ചാണ്. ഇപ്പോൾ ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്ന അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സ്, ഇൻവെന്ററി മാസ്റ്റേഴ്സ്, പേറോൾ മാസ്റ്റേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി മാസ്റ്റർ ഇവയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സ് വരുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിൻ്റെ അണ്ടറിൽ മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തേർഡ് ഓപ്ഷനാണ് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലിസ്റ്റ് ഓഫ് മാസ്റ്റേഴ്സ് കാണാൻ കഴിയും. അതിൽ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് ഉണ്ട്, ഇൻവെന്ററി മാസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ പേറോൾ മാസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി എനേബിൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി മാസ്റ്റേഴ്സ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതിലാദ്യം അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് എടുക്കാം. അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഗ്രൂപ്പ്സ്, ലെഡ്ജേഴ്സ്, അതുപോലെ വൗച്ചർ ടൈപ്സ്, കോസ്റ്റ് കാറ്റഗറി, കോസ്റ്റ് സെന്റർ, കറൻസി, ബഡ്ജറ്റ്, സെനാരിയോസ് ഒക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിംഗ് മാസ്റ്ററിലുള്ള ഗ്രൂപ്പും ലെഡ്ജറും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഇത്രയും ഓപ്ഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. പിന്നെ വരുന്നത് ഇൻവെന്ററി മാസ്റ്റേഴ്സ് ആണ്. ഇൻവെന്ററി മാസ്റ്റേഴ്സിൽ വരുന്നത് സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് കാറ്റഗറീസ്, യൂണിറ്റ്, ഗോഡൗൺസ്. അപ്പോൾ ഈ ഇൻവെന്ററി മാസ്റ്റേഴ്സ് നമ്മൾ വേറൊരു ക്ലാസ്സിൽ തന്നെ നമ്മൾ ഇതെല്ലാം കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് പേറോൾ മാസ്റ്റേഴ്സ്. പേറോൾ മാസ്റ്റേഴ്സിൽ വരുന്നതാണ് എംപ്ലോയി കാറ്റഗറി, ഗ്രൂപ്പ്, എംപ്ലോയി, അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്പ്, പേ ഹെഡ്സ് എന്നിവയൊക്കെ. അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിലാണ് നമ്മുടെ അക്കൗണ്ടിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അക്കൗണ്ട്സും ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അതേസമയം ഇൻവെന്ററി മാസ്റ്റേഴ്സിൽ വരുന്നത് നമ്മൾ ഇൻവെന്ററിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മാസ്റ്റേഴ്സും ഇതിനകത്താണ് ക്രിയേറ്റ് ചെയ്തത്. അതായത് സ്റ്റോക്ക്, ഐറ്റം, ഗ്രൂപ്പ്, നമ്മളൊരു ഇൻവെന്ററി നടത്തുന്നുണ്ടെങ്കിൽ ആ ഇൻവെന്ററിയിൽ എന്തൊക്കെ സ്റ്റോക്ക് നമ്മൾ വെക്കുന്നുണ്ട്, ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. പിന്നെ പേറോൾ മാസ്റ്റേഴ്സിൽ വന്നിട്ട് നമ്മുടെ കമ്പനിയിലുള്ള എംപ്ലോയീസിന് സാലറി പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട എല്ലാ മാസ്റ്റേഴ്സും ഇതിനകത്താണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ്സോ ലെഡ്ജേഴ്സോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഐറ്റോ അല്ലെങ്കിൽ സ്റ്റോക്ക് കാറ്റഗറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതേസമയം നമുക്ക് ഒരു സിംഗിൾ ആയിട്ടുള്ള ലെഡ്ജർ, സിംഗിൾ ഗ്രൂപ്പ് ഒക്കെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടി വെച്ചാൽ നമ്മൾ നേരെ പോകേണ്ടത് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും നമുക്ക് നേരത്തെ കണ്ട പോലെ അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സ്, ഇൻവെന്ററി മാസ്റ്റേഴ്സ്, പേറോൾ മാസ്റ്റേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സിംഗിൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ലെഡ്ജർ അല്ലെങ്കിൽ കോസ്റ്റ് സെന്റർ ഈ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒന്ന് സിംഗിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതേസമയം ഒറ്റയടിക്ക് ഇപ്പോൾ ഒരു 10 ലെഡ്ജേഴ്സ് ഉണ്ടെങ്കിൽ 10 ലെഡ്ജേഴ്സും ഒരുമിച്ച് നമുക്ക് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിൽ പോയിട്ട് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ നമുക്ക് ഒറ്റയടിക്ക് എല്ലാ ലെഡ്ജേഴ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ലെഡ്ജർ ഗ്രൂപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഓരോരോ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. ഇനി നമുക്ക് ആദ്യം അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സിലുള്ള ഗ്രൂപ്പ്സിൽ പോവാം. അപ്പോൾ ഗ്രൂപ്പ്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഗ്രൂപ്പ്സിൻ്റെ ഒരു ലിസ്റ്റ് കാണാൻ കഴിയും. ഗ്രൂപ്പ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ സെയിം നേച്ചറുള്ള കുറേ ലെഡ്ജേഴ്സിന് അല്ലെങ്കിൽ കുറേ അക്കൗണ്ട്സിനെ ഒരു ഗ്രൂപ്പാക്കി കൺവേർട്ട് ചെയ്യാനാണ് ഈ ഒരു ഗ്രൂപ്പ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടാലിയിൽ വന്നിട്ട് മെയിനായിട്ട് 28 ഗ്രൂപ്പ്സ് ആണുള്ളത്. നമുക്കിവിടെ കാണാൻ കഴിയും 28 ഗ്രൂപ്പ്സിന്. അതിൽ 15 പ്രൈമറി ഗ്രൂപ്പ്സും ബാക്കി 13 സബ് ഗ്രൂപ്പ്സ് ആണ്. ഈ പ്രൈമറി ഗ്രൂപ്പ്സിന് വന്നിട്ട് നമ്മൾ ബേസിക് എലമെന്റ്സ് നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കറന്റ്, അസറ്റ്, ലയബിലിറ്റി, അതുപോലെ റവന്യൂ, എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ഫർദർ ഡിവൈഡ് ചെയ്തിട്ട് 15 പ്രൈമറി ഗ്രൂപ്പ് ആക്കിക്കുന്നത്. ഈ പ്രൈമറി ഗ്രൂപ്പിനെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് 13 സബ് ഗ്രൂപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ 28 ഗ്രൂപ്പ്സ് ആണ് ടാലിക്കകത്തുള്ളത്. അതിൽ ഫസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കാണാം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഓണർ ബിസിനസ്സിനകത്ത് ഇടുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ബിസിനസ്സിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ക്യാപിറ്റൽ വരുന്ന ഗ്രൂപ്പിന്റെ അണ്ടറിലായിരിക്കും ഇടേണ്ടത്. പിന്നെ വരുന്ന കറന്റ് അസറ്റ് ആണ്. അതിൻ്റെ അണ്ടറിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ഡെപ്പോസിറ്റ്, ലോൺ അഡ്വാൻസ്, സ്റ്റോക്ക് ഇൻ ഹാൻഡ്, സൺഡ്രി ഡെപ്റ്റേഴ്സ് ഉണ്ട്, കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട്സിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൻ്റെ ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തു. അപ്പോൾ ആ ബാങ്ക് പറയുന്ന അക്കൗണ്ട് നമുക്ക് വരും.
അതായത് നമ്മളൊരു ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 അക്കൗണ്ട്സ് വരും. അതിൽ ബാങ്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് പറഞ്ഞ ഗ്രൂപ്പിനകത്തായിരിക്കും അത് ഇടുണ്ടാവുക. പിന്നെ വരുന്ന ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് പറയുന്ന ഒരു അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് ക്യാഷ് ഇൻ ഹാൻഡിനകത്താണ് ഇടുന്നത്. പിന്നെ നമ്മുടെ ഡെപ്പോസിറ്റ്സ് ഒക്കെ ഡെപ്പോസിറ്റിൽ ഇടും. അങ്ങനെ കുറച്ച് കറന്റ് അസറ്റ്സ് ഗ്രൂപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രം പറയാം. അപ്പോൾ ഇതിൽ സൺഡ്രൈ ഡെപ്റ്റേഴ്സ് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നത്. സൺഡ്രൈ ഡെപ്റ്റേഴ്സ് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്നും സാധനം വാങ്ങിക്കൊണ്ടുപോകുന്ന ആൾ, അവർ വന്നിട്ട് നമുക്ക് കാശ് തരാനുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടീസിനെയൊക്കെ നമ്മൾ ഏതിനിടണം? സൺഡ്രൈ ഡെപ്റ്റേഴ്സിലിടണം. ഇനി അതേസമയം സൺഡ്രൈ ക്രെഡിറ്റേഴ്സ് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ആരുടെ നിന്നാണോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ അവർക്ക് കാശ് കൊടുക്കാനുണ്ട്. അപ്പോൾ അവർ നമ്മുടെ സൺഡ്രൈ ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടീസിനെയൊക്കെ നമ്മൾ സൺഡ്രൈ ക്രെഡിറ്റേഴ്സിലിടാം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പാർട്ടി വരികയാണെങ്കിൽ നമ്മൾ ആരുടെ നിന്നാണോ സാധനം വാങ്ങിക്കുന്നത് അവർ സൺഡ്രൈ ക്രെഡിറ്ററും, നമ്മുടെ കയ്യിൽ നിന്ന് ആരാണോ സാധനം വാങ്ങിക്കൊണ്ടുവന്നത് അവരിന് നമ്മൾ സൺഡ്രൈ ഡെപ്റ്റർ പറഞ്ഞ ഗ്രൂപ്പിലോട്ടാണ് ഇടേണ്ടത്. പിന്നെ ഇതിനകത്ത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ GST കാര്യങ്ങളൊക്കെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ഇടേണ്ടത്. പിന്നെ വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസും അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് കമ്പനിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസിനും നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസിനകത്ത് ഇടാം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ ഒരു ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ എക്സ്പെൻസുകളിനെയൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനകത്ത് ഇടാം. അപ്പോൾ സാലറി, അതുപോലെ ഓഫീസിലുള്ള റെന്റ്, ഇലക്ട്രിസിറ്റി ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലിടും. അതേസമയം വേജസ്, അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഫീസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ അതിന് വന്നിട്ട് ഡയറക്റ്റ് എക്സ്പെൻസിനുണ്ടല്ലോ ഇടാം. ഇനി അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്, ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഓഫീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകത്തിനെയൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകത്തിലിടും. മറ്റേതൊക്കെ നമ്മൾ ഡയറക്റ്റ് ഇൻകത്തിനകത്ത് ഇടും. പിന്നെ വരുന്നത് ലോൺസ് ആണ്. ലോൺസിൽ സെക്യൂർഡ് ലോൺ ഉണ്ടാവും, അൺസെക്യൂർഡ് ലോൺ ഉണ്ടാവും. സെക്യൂർഡ് ലോൺ പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മുദ്രപത്രമോ അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡ് ഒക്കെ വെച്ചിട്ട് എടുക്കുന്ന ലോണിനെയാണ് സെക്യൂർഡ് ലോൺ പറയുന്നത്. അൺസെക്യൂർഡ് ലോൺ പറയുന്നത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ എന്നൊക്കെ കാശ് കടം വാങ്ങിക്കും. അതിനെയൊക്കെ നമ്മൾ അൺസെക്യൂർഡ് ലോൺസിൻ്റെ അകത്താണ് ഇടേണ്ടത്. അതുപോലെ സെയിൽസ് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ പർച്ചേസ് അക്കൗണ്ട് ഉണ്ട്. നമ്മൾ സെയിൽസ് പറഞ്ഞ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് സെയിൽസ് അക്കൗണ്ടിലും, പർച്ചേസ് പറയുന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് പർച്ചേസ് അക്കൗണ്ട്സിനകത്താണ് ഇടുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഓരോ ഗ്രൂപ്പിനും ഓരോ പർപ്പസ് ഉണ്ട്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ലെഡ്ജേഴ്സിനെയൊക്കെ ആ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ഇടുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കിയാലേ അത് അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ 28 ഗ്രൂപ്പ്സ് ഓൾറെഡി ഇതിനകത്ത് ഉണ്ട്. ടാലിക്കകത്ത് 28 ഗ്രൂപ്പ്സ് ഉണ്ട്. ഇത് കൂടാതെ നമുക്കൊരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ആണെങ്കിലും ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ് വേണമെങ്കിൽ നമുക്കതിനകത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ്സ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൾട്ടി മാസ്റ്റർ പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ Alt+H പ്രസ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ മൾട്ടി മാസ്റ്റർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ വരും, മൾട്ടി ക്രിയേറ്റും മൾട്ടി ഓൾട്ടറും. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണോ ഓൾട്ടർ ചെയ്യണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ അണ്ടർ ഗ്രൂപ്പ് ഓൾ ഐറ്റംസും വരും, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ മറ്റുള്ള എല്ലാ ഗ്രൂപ്പുകളും വരും. അപ്പോൾ ഇവിടെ ഓൾ ഐറ്റംസ് ആണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഓൾറെഡി നമുക്ക് 28 ഗ്രൂപ്പ് ഉണ്ട്. സപ്പോസ് ഒരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാനൊരു പുതിയ ഗ്രൂപ്പിന് പേര് കൊടുത്തു, പെറ്റി ക്യാഷ് എന്ന് കൊടുത്തു. പെറ്റി ക്യാഷ് പറഞ്ഞിട്ട് ഒരു പുതിയ ഗ്രൂപ്പ് പേര് കൊടുത്തു. അപ്പോൾ അണ്ടർ പറഞ്ഞിട്ട് ഓപ്ഷൻ വരും. അണ്ടർ പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രൂപ്പുകളുടെ ഏത് ഗ്രൂപ്പുകളുടെ അണ്ടറിലാണോ ഈ നമ്മൾ പുതിയ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പെറ്റി ക്യാഷ് പറയുന്നത് നമുക്ക് എപ്പോഴും എക്സ്പെൻസ് തന്നെയാണ്, ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മളത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ അണ്ടറിലാണ് ഇടേണ്ടത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. പിന്നെ നമുക്ക് വീണ്ടും വേറെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒന്നേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഒരു എൻ്റർ അടിക്കാം, ഇതോടെ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ പെറ്റി ക്യാഷ് പറഞ്ഞ ഒരു പുതിയ ഗ്രൂപ്പ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ അണ്ടറിൽ വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ അണ്ടറിൽ പെറ്റി ക്യാഷ് പറഞ്ഞ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്.
ഇനി സപ്പോസ് നമുക്ക് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ്സ് ഒന്നും വേണ്ട, ഒരു സിംഗിൾ ഗ്രൂപ്പ് മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി വെച്ചാൽ നമുക്ക് മൾട്ടി മാസ്റ്ററിലോട്ട് വരേണ്ട ആവശ്യമില്ല. അതിന് പകരം ഇവിടെ ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഗ്രൂപ്പ് വേണമെങ്കിൽ നമുക്ക് പുതിയത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ വെറുതെ മിസലേനിയസ് കൊണ്ട് ഒരു ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട്. അണ്ടർ വന്നിട്ട് ഇവിടെ നമുക്ക് ഗ്രൂപ്പിന്റെ ലിസ്റ്റ് ചെയ്ത് വരും. അണ്ടർ വന്നിട്ട് നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെ കൊടുക്കാം. എൻ്റർ അടിക്കാം. ഇത് നമ്മൾ ടാക്സും എല്ലാം എസ് ആക്കി കൊടുത്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് വരുന്നത്. ഞാനിവിടെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എവിടെ നോക്കാം. അപ്പോൾ ഇതിനെ ക്ലിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൽ വല്ല ഓൾട്രേഷൻ നടത്തണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിൽ പോയിട്ട് ഗ്രൂപ്പ്സ് എടുത്തിട്ട് ഇവിടെ മൾട്ടി മാസ്റ്ററിൽ പോയിട്ട് മൾട്ടി ഓൾട്ടറിൽ പോവുക. അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്രൂപ്പ് പുതിയതായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, മിസലേനിയസ് ഫണ്ട്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഓൾട്രേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് അണ്ടറിൽ നമ്മൾ മിസലേനിയസ് ചെയ്തിട്ടുണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഓൾട്രേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. നമ്മൾ മൾട്ടി മാസ്റ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ഏത് ഗ്രൂപ്പാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ അണ്ടറിലുള്ള എല്ലാ ഗ്രൂപ്പുകളിലും നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മിസലേനിയസ് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ഉള്ളിലാണ് കൊടുത്തത്. അപ്പോൾ ഈ മിസലേനിയസിൽ വല്ല ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണോ കൊടുത്തത് അത് വേണം സെലക്ട് ചെയ്തിട്ട് കൊടുക്കാൻ. ഇപ്പോൾ നമുക്ക് സിംഗിൾ ഗ്രൂപ്പാണ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഓൾട്ടറിൽ പോയാൽ മതി. ശരിക്കും നമ്മൾ ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സ് സ്റ്റാർട്ടിങ്ങിൽ കുറേ ലെഡ്ജേഴ്സ് ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യാം. അല്ലാതെ ഇടയിൽ പുതിയത് ഒന്നോ രണ്ടോ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾട്ടറിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് മിസലേനിയസ് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അതിനെ എഡിറ്റ് ചെയ്യാം. ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് വരുത്തിയിട്ട് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അത് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ മിസലേനിയസ് എക്സ്പെൻസ് എന്ന് കൊടുക്കുന്നുണ്ട്. എൻ്റർ അടിച്ചിട്ട് നമുക്ക് കൺട്രോൾ അടിച്ചാലും സേവ് ചെയ്യാൻ പറ്റും. എൻ്റർ അടിച്ച് പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളോട് മിസലേനിയസ് പോയിട്ട് മിസലേനിയസ് എക്സ്പെൻസ് ആയി. ഇത് ക്ലോസ് ചെയ്യാം. ഷെയറിംഗ് ഈസ് കെയറിംഗ്. നൂറിൻ ഇൻഫോടെക്കിന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ നൂറിൻ ഇൻഫോടെക്കിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ലെഡ്ജറൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിലുള്ള ക്രിയേറ്റിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതേസമയം ഒരു ഗ്രൂപ്പ് ഒരു ലെഡ്ജറൊക്കെ നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്യണമെങ്കിൽ മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ ഓൾട്ടറിൽ പോയി ചെയ്യാവുന്നതാണ്. ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിൽ വന്നിട്ട് നമുക്ക് മൾട്ടി മാസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് മൾട്ടി ഗ്രൂപ്പ് അല്ലെങ്കിൽ മൾട്ടി ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മൾട്ടി ഗ്രൂപ്പ് അല്ലെങ്കിൽ മൾട്ടി ലെഡ്ജേഴ്സ് ഒക്കെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ ഈസിയായി തോന്നുന്നത് അതിലൂടെ പോയി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ലെഡ്ജർ പഠിക്കാം. അപ്പോൾ ലെഡ്ജർ നമുക്ക് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിൽ പോയിട്ട് ലെഡ്ജേഴ്സ് എടുത്തിട്ട് മൾട്ടി മാസ്റ്റർ പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ മൾട്ടി ക്രിയേറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എത്ര ലെഡ്ജേഴ്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓൾ ഐറ്റംസ് പറഞ്ഞാൽ എല്ലാ ഗ്രൂപ്പും ഇതിനകത്ത് വരും. അതേസമയം നമ്മളിപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ അണ്ടർ പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് വരിക. അപ്പം ഒരു എക്സാമ്പിളായി പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിവിടെ കൊടുക്കുകയാണ് ഇലക്ട്രിസിറ്റി. ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റിക്ക് എന്നൊക്കെ എവിടെ നിന്നാണ് കിട്ടണം? ഇപ്പോൾ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നമ്പർ പറയാം. പെയ്ഡ് ഇലക്ട്രിസിറ്റി ബിൽ ബൈ ക്യാഷ് എന്ന് ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന രണ്ട് ലെഡ്ജേഴ്സ് പറയുന്നത് ഒന്ന് ഇലക്ട്രിസിറ്റിയും പിന്നെ ഒന്ന് ക്യാഷുമാണ്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ അക്കൗണ്ട് പറഞ്ഞു, രണ്ട് അക്കൗണ്ട് പറയുന്നത്, ആ അക്കൗണ്ടിന് നമ്മൾ ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി പറഞ്ഞ ലെഡ്ജറാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഇലക്ട്രിസിറ്റി കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വരും. കാരണം എന്താ, നമ്മളിവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അവിടെ വരുന്നത്. അതേസമയം ഞാനിവിടെ ഓൾ ഐറ്റംസ് എന്ന് കൊടുത്തു. അപ്പോൾ ഇലക്ട്രിസിറ്റി വന്നു,
അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഗ്രൂപ്പുകളും ലിസ്റ്റ് ചെയ്ത് വരും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്താണോ പേര് കൊടുക്കുന്നത് ആ പേര് മാത്രമാണ് ഇവിടെ വരുന്നത്. ഈ ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഞാനത് കൊടുത്തു. അപ്പോൾ എമൗണ്ട് ഒന്നും കൊടുക്കണില്ല. രണ്ടാമത് വന്നിട്ട് ഇപ്പം നമുക്ക് ബൈ ക്യാഷ് ആണ്. അപ്പോൾ ക്യാഷ് പറഞ്ഞ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ടാലിനകത്ത് 2 ലെഡ്ജസ് ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതായത് ക്യാഷും പിന്നെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസും. അപ്പോൾ ഈ 2 ലെഡ്ജസും ഓൾറെഡി ഇതിനകത്ത് ഡീഫോൾട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ക്യാഷ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സപ്പോസ് വേറൊരു ലെഡ്ജർ എടുക്കാം, പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ബൈ ക്യാഷ്. അപ്പോൾ അവിടെ വരുന്ന 2 ലെഡ്ജസ് അല്ലെങ്കിൽ അക്കൗണ്ട് പറയുന്നത് ഒന്ന് ഫർണിച്ചറും പിന്നെന്താണ് ക്യാഷുമാണ്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ലെഡ്ജർ എന്താണ്? ക്യാഷും ഫർണിച്ചറും ആണ്. ക്യാഷ് ഇതിനകത്ത് ഡീഫോൾട്ട് ആയിട്ട് ഉള്ളത് കൊണ്ട് അത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഫർണിച്ചർ. അപ്പോൾ ഞാനിവിടെ ഫർണിച്ചറിന് കൊടുക്കാം. എൻ്റർ അടിക്കാം. ഫർണിച്ചർ പറയുന്നത് ഇതിലാണ് നമ്മുടെ വരുന്നത്, കറൻറ്റ് അസറ്റിലാണ് വരുന്നത്. സെലക്ട് ചെയ്യാം, എൻ്റർ അടിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര ലെഡ്ജേഴ്സ് വേണമെങ്കിലും ഒരൊറ്റയടിക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്, ഇതിനകത്ത് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിലൂടെ. ഇനി നമുക്ക് സപ്പോസ് ഒരൊറ്റ ലെഡ്ജർ ഓരോ ലെഡ്ജർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നേരെ മാസ്റ്റേഴ്സിനുള്ളിൽ ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷനിൽ പോയാൽ മതി. അപ്പോൾ നമുക്ക് ആ രീതിയിലും ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. അടിച്ചു, സേവ് ചെയ്തു. എന്നിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഇനി നമുക്കിവിടെ ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒന്നിൽ കൂടുതൽ ലെഡ്ജേഴ്സ് ഒരേ സമയം ക്രിയേറ്റ് ചെയ്യാനാണ് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിൽ പോയത്. ഇനി ഓരോ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റിൽ പോവാം, ലെഡ്ജർ പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇനി വേറൊരു ട്രാൻസാക്ഷൻ കൂടെ എടുക്കാം. എന്താണ്? പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫ്രം ABC ലിമിറ്റഡ്. അപ്പോൾ പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫ്രം ABC ലിമിറ്റഡ് പറയുമ്പോൾ അതിനകത്ത് 2 ലെഡ്ജേഴ്സ് പറയുന്നത് കമ്പ്യൂട്ടറും ABC ലിമിറ്റഡാണ്. അപ്പോൾ ഈ 2 ലെഡ്ജേഴ്സ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അത് ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ആദ്യം കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്. എൻ്റർ അടിക്കാം. ഇപ്പോൾ കമ്പ്യൂട്ടർ പറയുന്നത് നമ്മുടെ കറൻറ്റ് അസറ്റാണ്. ജസ്റ്റ് CU എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറൻറ്റ് അസറ്റ് ലിസ്റ്റ് ചെയ്ത് വരും. എൻ്റർ അടിക്കാം. അപ്പോൾ ഇനി വരുന്ന ഓപ്ഷൻസ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇത് ജസ്റ്റ് ലെഡ്ജർ മാത്രം ക്രിയേറ്റ് ചെയ്ത് പോവാം. എന്നിട്ട് Ctrl A അടിച്ചാൽ മതി, സേവ് ആവും. എന്നിട്ട് ഈ ഒരു കമ്പ്യൂട്ടർ പറഞ്ഞ ലെഡ്ജർ ആക്സെപ്റ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് എന്താ ABC ലിമിറ്റഡ് എന്ന് കൊടുക്കാം. ABC ലിമിറ്റഡ്. അപ്പോൾ അതേസമയം നമ്മൾ ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിൽ പോകണമെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് കൊടുക്കാം. ഇത്രയും ഒന്ന് സേവ് ചെയ്തതിന് ശേഷം അടുത്ത് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാം കൂടെ ഒരുമിച്ച് സേവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ABC ലിമിറ്റഡ് പറയുന്നത് നമ്മുടെ ട്രാൻസാക്ഷൻ വന്നിട്ട് പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫ്രം ABC ലിമിറ്റഡ്. നമ്മൾ ABC ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്ന് കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യണം. അപ്പോൾ അവിടെ ABC ലിമിറ്റഡ് പറയുന്നത് സൺറൈ ക്രെഡിറ്റർ ആയിട്ടായിരിക്കും വരിക. നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അവർ ക്രെഡിറ്ററും, നമ്മൾ ആർക്കാണോ സാധനങ്ങൾ വെക്കുന്നത് അവർ ഡെപ്റ്ററും ആയിട്ടാണ് വരിക. അപ്പോൾ ABC ലിമിറ്റഡ് പറയുന്നത് നമ്മുടെ ട്രാൻസാക്ഷൻ പ്രകാരം ക്രെഡിറ്റർ ആണ്. അപ്പോൾ സൺറൈ ക്രെഡിറ്റർ പറഞ്ഞിട്ടാണ് വരിക. സെലക്ട് ചെയ്യാം. ഇത് നമ്മൾ ഒരിക്കലും തെറ്റിക്കരുത്. ഗ്രൂപ്പ് എപ്പോഴും കറക്റ്റായിട്ട് കൊടുക്കണം. ഗ്രൂപ്പ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷനിലൊക്കെ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിൽ പോയിട്ട് ഫർണിച്ചർ ക്രിയേറ്റ് ചെയ്തു, ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഇവിടെ വന്നിട്ട് ABC ലിമിറ്റഡ് ക്രിയേറ്റ് ചെയ്തു, കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജസ് ഒക്കെ ഇവിടെ കാണാൻ നോക്കാം. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ ഓൾട്ടർ പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓൾട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജസിനൊക്കെ ഓൾട്ടർ ചെയ്യാൻ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾട്ടറിൽ പോയിട്ട് എന്താണ് ഓൾട്ടർ ചെയ്യേണ്ടത്? ഗ്രൂപ്പാണോ ലെഡ്ജറാണോ? അപ്പോൾ നമുക്ക് ലെഡ്ജറാണോ ഓൾട്ടർ ചെയ്യേണ്ടത്. ലെഡ്ജറിൽ പോകാം. ഇപ്പോൾ ഇവിടെ ഇത്രയും നമുക്ക് കാണാൻ കഴിയും. ABC ലിമിറ്റഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്, കമ്പ്യൂട്ടറും നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്, ഇലക്ട്രിസിറ്റി ഫർണിച്ചറൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാത്ത 2 ആളാണ് ക്യാഷും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഡീഫോൾട്ടായിട്ട് ടാലിക്കകത്ത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇനിയിപ്പോൾ നമുക്ക് ABC ലിമിറ്റഡിനെ ഓൾട്ടർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ABC കണ്ട് വരും. അപ്പോൾ നമുക്ക് എന്താണോ എഡിറ്റ് ചെയ്യേണ്ടത് അതിവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ പോവാം. അപ്പോൾ ഞാനിവിടെ കമ്പനി കോ ലിമിറ്റഡ് എന്ന് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ ചെയ്യാം. സേവ്. അപ്പോൾ നമ്മുടെ പേര് അവിടെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ലെഡ്ജർ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു ലെഡ്ജർ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ലെഡ്ജർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ലെഡ്ജറോ എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾട്ടറിൽ തന്നെയാണ് പോകേണ്ടത്. ഇപ്പോൾ ഒരു ഗ്രൂപ്പാണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മളൊരു മിസ്സെല്ലേനിയസ് എക്സ്പെൻസ് പറഞ്ഞ ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിലീറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓൾട്ട് ഡി പ്രസ് ചെയ്താലും ഡിലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ ഡിലീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണാം, ഡിലീറ്റ് യെസ് ഓർണം. അപ്പോൾ ഞാൻ യെസ് കൊടുത്തു. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും നമ്മുടെ മിസ്സെല്ലേനിയസ് എക്സ്പെൻസ് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യണ്ടാവും. ഇനി ഇതുപോലത്തെ നമുക്ക് ലെഡ്ജറും ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം മുതൽ കാണിക്കാം. ഓൾട്ടറിൽ പോവാം, ലെഡ്ജറിൽ പോവാം. അപ്പോൾ ഇതിനകത്ത് ABC കോ ലിമിറ്റഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സെലക്ട് ചെയ്യാം. ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഓൾട്ട് ഡി പ്രസ് ചെയ്യാം, എസ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ നിന്നും നമ്മൾ ഡിലീറ്റ് ചെയ്ത ആ ഒരു ലെഡ്ജർ കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ അത് എഡിറ്റ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അതുപോലെ ഡിലീറ്റ് ചെയ്യുന്നതും. അപ്പോൾ നമുക്ക് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സ് വഴി മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാം, ഓൾട്ടർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിലുള്ള ക്രിയേറ്റിൽ പോയിട്ട് ഓരോ ലെഡ്ജറോ ഗ്രൂപ്പോ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഓൾട്ടറിൽ പോയിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ലെഡ്ജറും ഗ്രൂപ്പും മാത്രമല്ല, നമ്മുടെ ഈ മാസ്റ്റേഴ്സിൽ വരുന്ന എന്തും നമുക്ക് ഇതുപോലെ ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിൽ പോയിട്ടും ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ സിംഗിളായിട്ടും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. നമ്മളിപ്പോൾ പഠിച്ച ക്ലാസ്സിൻ്റെ ഒരു സമ്മറി പേജാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സ് എന്താണെന്നും അതെന്തിനാണ് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതിനകത്ത് വരുന്ന അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് നോക്കി, അതുപോലെ ഇൻവെൻട്രി മാസ്റ്റേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി മാസ്റ്റേഴ്സ്, പേറോൾ മാസ്റ്റേഴ്സ് ഒക്കെ നോക്കി. അതോടൊപ്പം തന്നെ ഒരു ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ ഓൾട്ടർ ചെയ്യാം, അതുപോലെ ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഓൾട്ടർ ചെയ്യാം എന്നും പഠിച്ചു. നോൺ ഇൻഫോടെക്കിന്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.